ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഓഗസ്റ്റ് 14 പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഓഗസ്റ്റ് 14 ഒരു 3 മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് അതായത് ഓഗസ്റ്റ് 13 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഒരു ഏകദേശം ഒരു വലിയ മൂവ്മെൻ്റ് ഇല്ലാത്ത മാർക്കറ്റായിരുന്നു അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു ട്രേഡിംഗ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ഞാനും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല, എന്നാൽ ലോസ് ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ചെറിയ രീതിയിൽ ഒന്ന് ഞാൻ മാർക്കറ്റിൽ എൻട്രി ചെയ്തിട്ട് ഒന്ന് എക്സിറ്റ് ചെയ്ത് ചെറിയൊരു ലോസ് റിയലൈസ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു പൊസിഷൻ എടുത്ത് എൻ്റെ ആ ലോസ് റിക്കവർ ചെയ്ത് കുറച്ചും കൂടെ പ്രോഫിറ്റിലാക്കുകയാണ് ഞാൻ ചെയ്തത് ബേസിക്കലി. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ അനുസരിച്ച് തന്നെ നമ്മളൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള ബൈ ആണ് മാർക്കറ്റ് എന്ന് പറയുകയുണ്ടായി. അതായത് ഒരു ട്രേഡിംഗ് റേഞ്ചിലാണ് മാർക്കറ്റ്, എന്നാൽ ഒരു ചെറിയ മൈൽഡ് ആയിട്ടുള്ള ബൈ ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ബൈ ഡയറക്ഷനിലായിരുന്നു. മാർക്കറ്റിൽ വലിയ ഒരു ട്രെൻഡിങ് മൂവ്സ് ഇല്ല, എന്നാലും മാർക്കറ്റ് അത്യാവശ്യമായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രേഡിംഗ് റേഞ്ചിൽ തന്നെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ യൂഷ്വലി ഞാൻ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ബൈ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 580 മുകളിൽ, ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിൽ 580 മുകളിൽ. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ അത് വന്നപ്പോൾ ഞാൻ ആ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് താഴോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാൻ ഈ പൊസിഷൻ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇൻ കേസ് ഇപ്പോൾ താഴെ പോവുകയാണെങ്കിൽ താഴെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിൽ എൻട്രി ചെയ്യാമല്ലോ. അതല്ല, ഇനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ട്രെൻഡ് ഡയറക്ഷൻ നോക്കി ബൈ എൻട്രി എന്നുള്ള നമ്മൾ അതേ വ്യൂ തന്നെ കീപ്പ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് എക്സിറ്റ് ചെയ്തു, ചെറിയൊരു ലോസ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഈ 580 ക്രോസ് ചെയ്ത് അത് ബൈ ഡയറക്ഷൻ കാണിച്ച സമയത്ത് തന്നെ തിരിച്ച് ബൈ മാർക്കറ്റിൽ എടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ മാർക്കറ്റിൽ ട്രേഡ് നിങ്ങൾ ഈ മാർക്കറ്റിൽ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഇന്നത്തെ മാർക്കറ്റിൽ വലിയ ലോസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം മാർക്കറ്റിൽ അങ്ങനെ വളരെ വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, പ്രൈസ് ആക്ഷനെല്ലാം ഒന്ന് ഫോളോ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാർക്കറ്റ് എങ്ങനെ ആയിരുന്നു? നിങ്ങൾ പ്രോഫിറ്റിലാണോ? എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി കമൻ്റായിട്ട് അറിയിക്കൂ. ഓക്കെ, നമുക്ക് ഇനി ഓഗസ്റ്റ് 14 മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നാണ് നോക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ഡേറ്റാസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഡേറ്റയായിട്ട് നോക്കാം, ഓരോരോ ഡേറ്റാസായിട്ട് നോക്കാം. ഡേറ്റാസ് കാണിക്കുന്നതിന് മുന്നേ ഞാനൊരു ടെംപ്ലേറ്റ് ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ് ഷീറ്റ് ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ഷീറ്റാണ്. ഈ ഷീറ്റ് ഒരു ലൈവ് ആയിട്ടുള്ള ഷീറ്റാണ്. യൂഷ്വലി ഞാൻ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ 12 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 12 പ്രീ മാർക്കറ്റിനകത്തുള്ള എൻ്റെ റെക്കമെൻഡേഷൻ ബൈ ട്രെൻഡിങ് ഡിപ്പ് ഓൺ ബൈ എന്നുള്ള ഒരു റെക്കമെൻഡേഷനാണ്. അതുപോലെ തന്നെ ഞാൻ ലൈവ് മാർക്കറ്റിൽ ചെയ്യുന്ന റെക്കമെൻഡേഷൻസും എല്ലാം തന്നെ ഇതിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഈ ഷീറ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഷീറ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം ഞാൻ എന്താണ്, അതായത് ഞാനൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യും. ആ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്തിട്ട് നാളെ ഒരു 9:45 ഒക്കെ ആവുന്ന സമയത്ത് 9:45 10 o'clock ഞാൻ ഒന്നും കൂടി ഒരു അനാലിസിസ് ചെയ്യും. അതിൻ്റെ ബേസിൽ എൻ്റെ പൊസിഷനിൽ കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എന്താണ് അനലൈസ് ചെയ്യുന്നത്? ഞാൻ ബൈ സൈഡിലാണോ, സെൽ സൈഡിലാണോ, ഡിപ്പ് ഓൺ ബൈ ആണോ, റൈസ് ഓൺ സെല്ലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു 48 ഡേറ്റ പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട്. 48 പോയിൻറ്റ്സ് ഡേറ്റ പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുവാണ്. ആക്ച്വലി 54 ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ വ്യൂ എന്താണ്? ഓരോ ഡേറ്റ പോയിൻറ്റ്സിലും അത് ട്രെൻഡിങ് ആണോ ട്രേഡിംഗ് ആയിരിക്കുമോ അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്, ട്രെൻഡിങ്ങിൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്, ട്രേഡിങ്ങിൻ്റെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്, ഞാൻ മുമ്പ് ട്രേഡ് ചെയ്ത അനുസരിച്ചിട്ടുള്ള ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷീറ്റ് കാണാൻ താല്പര്യമുണ്ട്, ഒരു വ്യൂവും ഡയറക്ഷനും ഒക്കെ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യൂ, ഞാൻ ഈ ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം.
ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഒന്ന് ഇത് തന്നെയാണ്, ജി ഡി പി ഡെഫിനറ്റ്ലി പറയണം. ജി ഡി പിയുടെ കേസിൽ അതായത് യു എസിൻ്റെ താരിഫ് കൊണ്ട് ഇന്ത്യൻ എക്കോണമി തളരില്ല, ഇന്ത്യൻ എക്കോണമിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എന്നാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ പറയുന്നത്. സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഇന്ത്യൻ എക്കണോമിയുടെ ഔട്ട്ലുക്ക് ഇപ്പോഴും പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. കാരണം ട്രേഡ് ഓറിയൻറ്റഡ്, വളരെ വലിയൊരു ട്രേഡ് ഓറിയൻറ്റഡ്, ചൈനയെ പോലെയൊക്കെ ട്രേഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമി അല്ല ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഇന്ത്യ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ പറയുന്നത്. ഇത് ഇന്ത്യക്ക് പോസിറ്റീവാണ്. പിന്നീട് ഒരു കാര്യം, ട്രംപ് പറഞ്ഞൊരു കാര്യമാണ്. ട്രംപ് പുടിനും ആയിട്ടുള്ള മീറ്റിംഗ് ഫ്രൈഡേ നടക്കാൻ പ്ലാനുണ്ട് അലാസ്കയിൽ വെച്ച്, അല്ലേ? പക്ഷേ പ്രശ്നം ട്രംപിൻ്റെ നാക്കാണ്. കാരണം ട്രംപ് വളരെ പബ്ലിക്കായിട്ട് തന്നെ പറയുകയാണ്, പുടിൻ ഈ മീറ്റിങ്ങിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും, വളരെ വലിയ വില തന്നെ റഷ്യ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ തന്നെ ട്രംപ് പറയുകയാണ്. ഇങ്ങനൊരു പബ്ലിക്കായിട്ടുള്ള മീറ്റിങ്ങിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള സ്പീക്കിങ്ങിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി റഷ്യ ഒരു എഗ്രിമെൻറ്റിൽ എത്താനോ അല്ലെങ്കിൽ റഷ്യ യു എസ് പറയുന്ന പോലെ കേൾക്കാനോ തയ്യാറാവുമോ എന്ന് സംശയമുണ്ട്. കാരണം മീറ്റിങ്ങിന് മുന്നേ തന്നെ ഒരു ത്രട്ടണിങ് ഭാഷയിലാണ്, അതും റഷ്യയുടെ അടുത്ത് ട്രംപ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ മീറ്റിങ്ങിൽ എന്തെങ്കിലും പീസ് ഡീൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡ് കാരണം ഈ ഒരു മീറ്റിങ്ങിനകത്ത് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളൊരു കാര്യം, ഒരു സംശയമുണ്ട്. അതൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ക്രൂഡ് ഓയിൽ ഞാൻ കാണിച്ചു തരാം. ക്രൂഡ് ഓയിൽ സൂപ്പർ നെഗറ്റീവാണ്, കണ്ടോ? ക്രൂഡ് ഓയിൽ ഏകദേശം 1.45% നെഗറ്റീവാണ്. അത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ് ഇന്ത്യൻ എക്കോണമിക്ക്, ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റ്സ് നിങ്ങൾ അതായത് ഇത് 13-ലെ ഏഷ്യൻ മാർക്കറ്റാണ്, ഓഗസ്റ്റ് 13-ലെ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ജപ്പാൻ, ചൈന, ഹോങ്കോങ് എല്ലാം. ഇന്ത്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് പക്ഷേ അണ്ടർ പെർഫോമിംഗ് ആണ് ചെയ്തത്. ട്രംപിൻ്റെ താരിഫും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റ്. അല്ലെങ്കിൽ യൂഷ്വലി ഇന്ത്യൻ മാർക്കറ്റ് ഓവർ പെർഫോം ചെയ്യേണ്ടതാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വോളറ്റിലിറ്റിയുടെ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും ബുള്ളിഷാണ്. ഏഷ്യൻ മാർക്കറ്റ് പെർഫോം ചെയ്ത പോലെ പെർഫോം ചെയ്തിട്ടില്ല, പക്ഷേ പെർഫോം ചെയ്തു കൂടായികയില്ല നാളെയോ മറ്റന്നാളോ ഒക്കെ. ഇനി OI സപ്പോർട്ട് ലെവൽസ് നോക്കാം. OI സപ്പോർട്ട് ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് OI സപ്പോർട്ട് ലെവൽസ് നെഗറ്റീവായിരുന്നു, മൈനസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ OI സപ്പോർട്ട് ലെവൽസ് തിരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് ഇത് സെൽസ് ആയിരുന്നു അപ്പർ സൈഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് തിരിഞ്ഞ് പുട്സ് അപ്പർ സൈഡ് ആവുകയും പുട്സിനൊരു അപ്പർ ഹോൾഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ പുട്ട് സെൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ലെവൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? 24,600, 24,500, 24,400 ഇവിടെ എല്ലാം തന്നെ പുട്ട് സെൽസ് ആഡ് ആയിട്ടുണ്ട്. കോൾ സെൽസ് ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് ഹയർ ആണ് പുട്ട് സെൽസ്. മാത്രമല്ല നിയറസ്റ്റ് ആയിട്ടുള്ള ലെവൽസിൽ അത്യാവശ്യം പുട്ട് അഡീഷനും ഉണ്ടായിട്ടുണ്ട്, പുട്ട് സെൽസിൻ്റെ അഡീഷനും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് മേ ബി മുകളിലോട്ട് കയറി പോകാം എന്നുള്ളതാണ് OI ഡേറ്റ കാണിക്കുന്നത്. അത് ബുള്ളിഷാണ്. ഇനി മറ്റൊരു പോയിന്റ് ഉള്ളത് CPR ആണ്. നിഫ്റ്റിയുടെ CPR നോക്കുമ്പോൾ എവിടെയാണ് നിഫ്റ്റിയുടെ CPR? അതെ, ഇവിടെ. പ്രൈസ് CPRന് മുകളിലാണ്. CPR ഒരു വൈഡ് റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രേഡിംഗ് എന്നുള്ളൊരു രീതിയിലാണ് CPR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി CPR ഐറ്റിയുടെ CPR നോക്കുമ്പോൾ ഐറ്റിയുടെ CPR ഒരു ബെയറിഷ് ചാൻസിലാണ് കാണിക്കുന്നത്. CPRന് താഴെയാണ് പ്രൈസ്. ഒരു ചെറിയ നാരോ ആയിട്ടുള്ള CPR ആണ്. അതൊരു ട്രെൻഡിങ് ടു ട്രേഡിംഗ് CPR എന്ന് പറയാം. ഇനി ഓട്ടോയുടെ CPR നോക്കിയാൽ ഓട്ടോയുടെ CPR ഒരു ബുള്ളിഷ് CPR ആണ്. വളരെ ട്രെൻഡിങ് ആണ്, വളരെ നാരോ ആയിട്ടുള്ള CPR ആണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. പ്രൈസ് വളരെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ട്രെൻഡിങ്ങും നല്ല ബുള്ളിഷുമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഓട്ടോ സെക്ടറിലുള്ളത്. ഇനി നമുക്ക് സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കാം. വോളിയം പ്രൊഫൈലിൻ്റെ ബേസിലുള്ള സെക്ടോറിയൽ ഇൻഡെക്സ് നിഫ്റ്റിയിൽ എന്താണ് പറയുന്നത്? നിഫ്റ്റിയിൽ നോക്കുമ്പോൾ വോളിയം പ്രൊഫൈലിൻ്റെ ബേസിലുള്ള സെക്ടോറിയൽ ഇൻഡെക്സിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ലെവൽസ് എല്ലാം നോക്കുമ്പോൾ തന്നെ ബയേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ബയർ അഡീഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ബയേഴ്സ് തന്നെയാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ലെവലുകളിലെല്ലാം.
ഏറ്റവും അധികം ട്രേഡ് നടന്നിരിക്കുന്ന ലെവലിലും ബയേഴ്സ് തന്നെയാണ്. അത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈലും ഏകദേശം നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. പക്ഷേ അത്ര വലിയ ബുള്ളിഷ്നെസ് ഇല്ല എങ്കിൽ പോലും ബുള്ളിഷ്നെസ് ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ട്രേഡ് നടന്നിരിക്കുന്ന സ്ഥലത്ത് 4.63 മില്യൺ ബൈയും 3.6 സെല്ലും ആണുള്ളത്. ബുള്ളിഷ് തന്നെയാണ്. നിയറസ്റ്റ് ലെവലുകളും ബുള്ളിഷ് തന്നെയാണ്. താഴെ ഉള്ള ലെവലുകളിലും ബയേഴ്സ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഉള്ളത്. ഇനി ഈ ഓർഡർ ഫ്ലോ അനാലിസിസ് നമുക്ക് നോക്കാം. ഓർഡർ ഫ്ലോ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റായിട്ട് 451 ബയേഴ്സ് ആയിരുന്നു ഓഗസ്റ്റ് 13 ഉണ്ടായിരുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്നലെ കണ്ടത് FIs എല്ലാം കുറച്ച് സെല്ലുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അത് വൈൻഡപ്പ് ചെയ്തിട്ട് ഇൻഡിസിഷൻ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഡേറ്റാസിൽ എനിക്ക് വാലിഡായിട്ട് തോന്നിയ ഒരു 12 ഡേറ്റ പോയിൻറ്റ്സിൽ 10 ഡേറ്റ പോയിൻറ്റ്സ് കാണിക്കുന്നത് പോസിറ്റീവാണ്. പക്ഷേ ഒന്ന് കോഷ്യസ് ആവേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതിവിടെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺഫിഡൻസ് കണ്ടോ, 65% കോൺഫിഡൻസ് ആണ്. GDPക്കൊക്കെ ഉണ്ട് 75% കോൺഫിഡൻസ്. പക്ഷേ ആക്ച്വൽ GDP ആണ് ഇത്. പക്ഷേ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഉണ്ട്. എന്നാലും ബുള്ളിഷ് ചാൻസ് ഉണ്ട്. ബുള്ളിഷ് അത്യാവശ്യം കുഴപ്പമില്ല. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വളരെ ബുള്ളിഷ് എന്നുള്ള രീതിയിലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രീ മാർക്കറ്റ് വീഡിയോ. പക്ഷേ ഡെഫിനറ്റ്ലി മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് എല്ലാം നോക്കി നാളത്തെ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എല്ലാം നോക്കി വേണം ഡിസൈഡ് ചെയ്യാൻ. ഇപ്പോഴത്തെ വ്യൂ അനുസരിച്ച് ഡേറ്റ പറയുന്നത് മാർക്കറ്റ് ശരിക്കും ബുള്ളിഷാണ്. പക്ഷേ നിങ്ങൾ ബുള്ളിഷ് വ്യൂവിൽ ഡിപ്പ് ഓൺ ബൈ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്യൂവും കൂടെ ചേർത്ത് വേണം ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. പക്ഷേ കുറച്ച് കോഷ്യസ് ആയിരിക്കണമെന്ന് ഞാൻ പറയും. ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻസോ അഡ്വൈസോ അല്ല. ഞാനൊരു സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു റെക്കമെൻഡേഷനോ അനാലിസിസോ നൽകുന്നത് ഇല്ലീഗലാണ്. സോ അത് റെക്കമെൻഡേഷൻ അനാലിസിസുമായി എടുക്കരുത്. ഇത് എൻ്റെ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ്. ഇതിനെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് എടുക്കുക. നിങ്ങളുടെ വ്യൂ ചേർത്ത് വെച്ച് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഡെഫിനറ്റ്ലി ഞാൻ ഈ ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ഷീറ്റിൽ എൻ്റെ ലൈവ് ഡേറ്റ, ലൈവ് ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏത് വ്യൂവിലാണോ ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രീ മാർക്കറ്റിംഗ് വീഡിയോ അല്ലാതെ, പ്രീ മാർക്കറ്റിംഗ് അനാലിസിസ് അല്ലാതെ ഞാനൊരു 9:45-10 ഒരു അനാലിസിസും കൂടെ ചെയ്യാറുണ്ട്. എൻ്റെ വ്യൂ പ്രീ മാർക്കറ്റിലെ വ്യൂ മാച്ചിങ് ആണോ ലൈവ് മാർക്കറ്റിലെ, ഞാൻ എടുത്ത പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് അത് ഞാൻ ഈ ഷീറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി നിങ്ങൾക്ക് ഷീറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഡേറ്റ പോയിൻറ്റ്സ് ഞാൻ വാച്ച് ചെയ്യുന്നത്, ഓരോ ഡേറ്റ പോയിൻറ്റ്സിൻ്റെയും കോൺഫിഡൻസ് ലെവൽ ഏതൊക്കെയാണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ ഓരോ ഡേറ്റ പോയിൻറ്റ്സ് ഓരോ ദിവസങ്ങളിലും, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവട്ടെ. അപ്പോൾ ബൈ ബൈ, മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.